ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി ഇപ്പോൾ തള്ളിയിരിക്കുന്നു. CPIM പ്രവർത്തകരായ 5 പേരുടെ ജാമ്യാപേക്ഷയാണ് ഇപ്പോൾ കോടതി തള്ളിയത്. വലിയ രാഷ്ട്രീയ വിവാദമുണ്ടാക്കിയ കേസാണ്. തൊട്ടുപിന്നാലെയാണ് പോലീസ് നടപടി ഉണ്ടായിരിക്കുന്നത്. മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യും എന്ന ആഭ്യന്തര വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. ഇതിനോടകം അറസ്റ്റിലായവരിൽ 5 പ്രതികൾ അവരുടെ ജാമ്യാപേക്ഷയാണ് ഇപ്പോൾ കോടതി തള്ളിയിരിക്കുന്നത്. നിതിൻ രാജ്, മനോജ്, ജീവൻ, ശ്രീജിത്ത്, ഷഹീൻ എന്നീ 5 പ്രതികൾ ഇവരുടെ ജാമ്യാപേക്ഷ ഇപ്പോൾ കോടതി തള്ളിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും കൂടുതൽ ആളുകൾ അറസ്റ്റിലാകാനുണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട്. അന്നത്തെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് കൂടുതൽ പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. 20ഓളം പേർ ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ അറസ്റ്റിലായിട്ടുണ്ട്. കൂടുതൽ പ്രതികളുണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട്. 5 പേരുടെ ജാമ്യാപേക്ഷ 1 മുതൽ 5 വരെയുള്ള പ്രതികൾ. ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, വിവരങ്ങൾ. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിലെ അന്വേഷണത്തിനെത്തിയ ED ഉദ്യോഗസ്ഥരായ ആക്രമണത്തിൽ CPIMന്റെ 24ഓളം പ്രവർത്തകർ അറസ്റ്റിലായിരുന്നു. ഇതിൽ 1 മുതൽ 5 വരെയുള്ള പ്രതികൾ റിമാൻഡിൽ കഴിയുന്ന പ്രതികൾ ഇന്ന് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു. എന്നാൽ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ ഇപ്പോൾ കോടതി തള്ളിയിരിക്കുകയാണ്. നിതിൻ രാജ്, മനോജ്, ജീവൻ, ശ്രീജിത്ത്, ഷാഹിൻ എന്നീ 5 പ്രതികളുടെ ജാമ്യാപേക്ഷയാണ് തിരുവനന്തപുരം JFMC കോടതി തള്ളിയിരിക്കുന്നത്. 1 മുതൽ 5 വരെയുള്ള പ്രതികളാണ് ഇവരുടെ ജാമ്യാപേക്ഷ ഇപ്പോൾ കോടതി തള്ളിയിരിക്കുന്നു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികളാണ്. അതിൽ നിതിൻ രാജ്, മനോജ്, ജീവൻ, ശ്രീജിത്ത്, ഷഹീൻ എന്നീ 1 മുതൽ 5 വരെയുള്ള പ്രതികളുടെ ജാമ്യാപേക്ഷയാണ് ഇപ്പോൾ കോടതി തള്ളിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.